ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിഭൂതിബുധൻ. ക്രിസ്തുമത വിശ്വാസികൾക്കിടയിൽ ഏറ്റവും വിശുദ്ധമായ ദിനമാണ് വിഭൂതിബുധൻ. കുരിശുവര പെരുന്നാളെന്നും ഈ ദിനം അറിയപ്പെടുന്നു. നമ്മുടെ കർത്താവിൻ്റെ കുരിശുമരണത്തിൻ്റെ ഒരുക്കമായ നോമ്പുനാൾ ഇന്ന് ആരംഭിക്കുകയാണ്. ഈ ദിവസം അനുതാപ പ്രാർത്ഥനകൾക്കു ശേഷം വൈദികൻ വിശ്വാസിയുടെ നെറ്റിയിൽ ചാരം പൂശുന്ന ചടങ്ങിൽ നിന്നാണ് നോമ്പുനാൾ ആരംഭിക്കുന്നത്. വിശ്വാസിയുടെ നെറ്റിയിൽ കുരിശടയാളത്തിന്റെ രൂപത്തിലാണ് ചാരം പൂശുന്നത്. മുൻ വർഷത്തെ ഓശാന ശുശ്രൂഷകളിൽ ഉപയോഗിച്ച കുരുത്തോലകൾ കത്തിച്ച ചാരമാണ് നെറ്റിയിൽ പൂശാൻ ഉപയോഗിക്കുന്നത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച പൂഴിയെ പ്രതിനിധീകരിക്കുന്നതാണ് ഈ ചാരം. മനുഷ്യ, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് നീ മടങ്ങുന്നു എന്ന വചനം അനുസ്മരിച്ചുകൊണ്ടാണ് വൈദികൻ വിശ്വാസിയുടെ നെറ്റിയിൽ ചാരം പൂശുന്നത്. വിഭൂതിബുധൻ അഥവാ ക്ഷാരബുധൻ നമ്മുടെ മാറ്റത്തിന്റെ തുടക്കമാണ്. അതെ, അനുതാപത്തിന്റെ പ്രഖ്യാപനമാണ്. ലത്തീൻ ഋതു പ്രകാരം വിഭൂതിബുധൻ തുടങ്ങി വലിയ ആഴ്ച വരെ 40 ദിവസമാണ്. യേശുവിന്റെ 40 ദിവസത്തെ ഉപവാസത്തിന്റെ സൂചനയായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. ഒപ്പം തന്നെ പരിഹാര പ്രവൃത്തിയുടെ തുടക്കമായിട്ടും നാം ഈ ദിവസത്തെ കണക്കാക്കുന്നു. നമ്മുടെ അനുതാപം വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കർമ്മം കൊണ്ടും നിലപാട് കൊണ്ടും നാം പ്രകടിപ്പിക്കാറുണ്ട്. അനുതാപമാർന്ന ഹൃദയത്തോടെ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരെ ദൈവം കടാക്ഷിക്കും എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ചാരം പൂശൽ. ചാരം പൂശുകയും ചാർത്തിയിരിക്കുകയും ചെയ്യുന്നത് പ്രായശ്ചിത്തത്തിന്റെ അടയാളമാണെന്ന് പല വിശുദ്ധരുടെയും ജീവചരിത്രത്തിൽ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ബൈബിളിൽ പറയുന്നത് എളിമയുടെയും ദുഃഖത്തിന്റെയും പശ്ചാത്താപത്തിന്റെയും അടയാളമായിട്ടാണ് ചാരം ഉപയോഗിക്കുന്നതെന്നാണ്. പരസ്പരം ചാരം വാരി എറിയുന്നവരാകാതെ അനുതാപത്തോടെ, അതിലേറെ സോദര സ്നേഹത്തോടെ വിശുദ്ധിയുടെ വിഭൂതി ചാർത്തുന്നവരാകാം. കൂടെ വസിക്കുന്ന ദൈവം നമ്മേവരെയും ഈ തപസ്സുകാലത്ത് അനുഗ്രഹങ്ങളാൽ നിറയ്ക്കട്ടെ. ആമേൻ.